നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശിൽ കൂടി ഞങ്ങളെ അലകൂടാതെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗപിതാവേ, ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. പ്രകാരം കർത്താവിൻ്റെ സന്നിധിയിൽ അടിയങ്ങൾക്ക് ഒന്നിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തലവണക്കുവാനും അബ്ബാപിതാവേ എന്ന് വിളിക്കുവാനും എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് വിളിക്കുവാനും ഞങ്ങൾക്ക് തന്ന ഇടവകയായിട്ട് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ഇടവകയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും നിന്റെ സന്നിധിയിൽ പേരുപേരായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഈ സമയങ്ങളിലൊക്കെയുള്ള മാരക രോഗങ്ങളിൽ നിന്നൊക്കെയും ഇടവകയെ ദേശത്തെ ഒക്കെ വിടുവെച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ അച്ഛനായി സ്തോത്രം. പ്രിയദാസനെ അനുഗ്രഹിക്കണമേ, പ്രവർത്തനത്തെയൊക്കെയും മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മയ്ക്കായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ഇവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടത്തുന്ന എല്ലാ പരിപാടികളിലും കർത്താവെ നിന്റെ കൃപയും സാന്നിധ്യവും അനുഗ്രഹവും ഉണ്ടാകണമേ. പരിപാടികളൊക്കെ നടത്തുന്ന കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടുന്ന ബുദ്ധിയും ഓർമ്മശക്തിയും അറിവുകളും എല്ലാം കൊടുത്ത് അനുഗ്രഹിച്ച് എല്ലാ പരിപാടികളും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ജന്മപ്പെരുന്നാളിനെ ലോകമെല്ലാം കൊണ്ടാടുമ്പോൾ ഒരു വലിയ ആഘോഷത്തിൽ അടിയങ്ങൾക്കും പങ്കുചേരുവാൻ ദൈവം നിന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, വന്നിരിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവെ നിന്റെ നാമമഹത്വത്തിന് ജീവിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. ദേശത്ത് സമാധാനവും സന്തോഷവും എല്ലാം നിറയ്ക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങളിലെല്ലാം യേശു ജനിക്കുന്ന ഒരു ദിവസമായി തീരുവാൻ, എല്ലാ ദിവസങ്ങളിലും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ യേശു വസിക്കുന്ന ഹൃദയങ്ങളായി തീരുവാൻ, താഴ്മയുടെയും വിനയത്തിൻ്റെയും എല്ലാം ഭാവമുള്ള അനുഭവമുള്ള ദിവസമായി തീരുവാൻ ഈ ക്രിസ്മസ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണം. തിരുനാമമഹത്വത്തിന് ഞങ്ങൾ ജീവിക്കുവാൻ സഹായിക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമീൻ. ഒന്നാം പാഠഭാഗമായി മീകാ പ്രവാചകന്റെ പുസ്തകം 5 അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. മീകാ പ്രവാചകന്റെ പുസ്തകം 5 അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പോൾ പടക്കൂട്ടങ്ങളുടെ മകളെ പടക്കൂട്ടമായി കൂടുക, അവൻ നമ്മുടെ നേരെ വാട പോരുന്നു. ഇസ്രായേലിന്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിടത്തടിക്കുന്നു. നീയോ ബെത്ലഹേം എഫ്രാത്തോ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അതുകൊണ്ട് പ്രസവിക്കാനുള്ളവർ പ്രസവിക്കോളം അവൻ അവരെ ഏൽപ്പിച്ചു കൊടുക്കും. അവന്റെ സഹോദരന്മാരിൽ ശേഷിപ്പുള്ളവർ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങി വരും. എന്നെ അവൻ നിന്ന് യഹോവയുടെ ശക്തിയോടും തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന്റെ മഹിമയോടും കൂടെ മേയിക്കും. അവർ നിർഭയം വസിക്കും. അവർ അന്നു ഭൂമിയുടെ അറ്റങ്ങളോളം മഹാനാകുമല്ലോ. അവൻ സമാധാനം ആകും. അശ്ശൂർ നമ്മുടെ ദേശത്ത് വന്നു നമ്മുടെ അരമനയിൽ ചവിട്ടുമ്പോൾ നാം അവരുടെ നേരെ 7 ഇടയന്മാരെയും 8 മനുഷ്യപുത്രന്മാരെയും പ്രഭുക്കന്മാരെയും നിർത്തും. അവർ അശ്ശൂർ ദേശത്തെയും അതിന്റെ പ്രവേശനങ്ങളിൽ വെച്ച് നിമ്രോദ് ദേശത്തെയും വാൾ കൊണ്ട് പാഴാക്കും. അശ്ശൂർ ദേശത്ത് വന്നു നമ്മുടെ അതിരുകളിൽ ചവിട്ടുമ്പോൾ അവൻ നമ്മെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. യഹോവയിൽ ശേഷിപ്പുള്ളവർ പല ജാതികളുടെ ഇടയിൽ യഹോവയെങ്കിൽ നിന്നുള്ള മഞ്ഞ് പോലെ മനുഷ്യരായി താമസിക്കുകയോ മനുഷ്യപുത്രനായി കാത്തിരിക്കുകയോ ചെയ്യാതെ പുല്ലിന്മേൽ ചെയ്യുന്ന മാരി പോലെയും ആകും. യാക്കോബിൽ ശേഷിപ്പുള്ളവർ ജാതികളുടെ ഇടയിൽ അനേക വംശങ്ങളുടെ ഇടയിൽ തന്നെ കാട്ടുമൃഗങ്ങളിൽ ഒരു സിംഹം പോലെയും ആട്ടുകുട്ടികളിൽ
ഒരു ബാലസിംഹം പോലെയും ആകും. അത് അകത്തു കടന്നാൽ ചവിട്ടി കടിച്ചു കീറുകയും വിടുവിപ്പിക്കാൻ ആരും ഉണ്ടാകുകയില്ല. നിന്റെ കൈ നിന്റെ വിരൽ വൈരികൾക്കു മീതെ ഉയർത്തിയിരിക്കും. നിന്റെ സകല ശത്രുക്കളും ഛേദിക്കപ്പെടും. പ്രകാരം 1-ാം പാഠം അവസാനിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യഹോവ പിന്നെ മഹാസ്നോട്, നിന്റെ ദൈവമായ യഹോവയുടെ താഴെ പാതാളത്തിലോ മീതെ ഉയരത്തിലോ ഒരു അടയാളം ചോദിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചതിന് ആഹാസ്, ഞാൻ ചോദിക്കുകയില്ല, യഹോവയെ പരീക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞു. അതിനവൻ പറഞ്ഞത്, ദാവീദ് ഗൃഹമേ കേൾപ്പീൻ, മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടും നിങ്ങൾ എൻ്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ആമേൻ. പാർക്കുന്നു. അപ്പൂപ്പ ക്രിസ്മസ് അപ്പൂപ്പ ക്രിസ്മസ് കേക്കായി വരില്ലേ നീ? അപ്പൂപ്പ ക്രിസ്മസ് അപ്പൂപ്പ ക്രിസ്മസ് കേക്കായി വരില്ലേ നീ? ഉണ്ണീശു പിറന്നു പുൽക്കുട്ടിലായി
മാലാഖമാരടിപ്പാടിപ്പാടി നടക്കുമ്പോൾ, നക്ഷത്രങ്ങൾ കണ്ണൻ ചിമ്മി ഉണ്ണിയെ നോക്കുമ്പോൾ, കൂടെ കളിക്കാൻ നീ വരില്ല ക്രിസ്മസ് അപ്പൂപ്പ, കൂടെ കളിക്കാൻ നീ വരില്ല ക്രിസ്മസ് അപ്പൂപ്പ. മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സകല മനുഷ്യർക്കുമുള്ള സമാധാനവും സന്തോഷവുമാണ് ക്രിസ്മസ് പ്രതിദാനം ചെയ്തത്. വീണ്ടും ഒരു ക്രിസ്മസ് കാലങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം ഇതുവരെ കണ്ടിട്ടില്ലാത്തതും പരിചയിച്ചിട്ടില്ലാത്തതും പരിശീലിച്ചിട്ടില്ലാത്തതുമായ ചില അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ക്രിസ്മസ് വലിയ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണെങ്കിലും ഈ വർഷത്തെ ക്രിസ്മസ് നമുക്ക് ഒരുമിച്ച് കൂടി വരുവാനോ ഒരുമിച്ച് കൂടി ചേരുവാനോ സാധിക്കാത്ത നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കോവിഡ് എന്ന മഹാമാരി നമുക്ക് മുമ്പിൽ നീണ്ട മാസങ്ങൾ, നീണ്ട കാലയളവുകൾ നഷ്ടമാക്കി കളഞ്ഞു എന്ന് പറയുമ്പോഴും അതിൻ്റെ അപ്പുറത്ത് നഷ്ടപ്പെടുത്തലുകൾക്കൊന്നും വിധേയപ്പെടാതെ നമുക്കുള്ള സാധ്യതകളെ തിരഞ്ഞു പിടിക്കുവാനും കണ്ടെത്തുവാനും സാധിച്ച ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. അതിന് പ്രകാരമാണ് ഈ വർഷത്തെ ക്രിസ്മസിൽ നമുക്ക് ഒരുമിച്ച് കൂടി ചേരുവാൻ സാധിക്കുന്നില്ലായിരുന്നു സാധ്യമാകുന്ന രീതിയിലൂടെ ഇപ്രകാരം ഒരു വെർച്വൽ ക്രിസ്മസ് കരോൾ അവതരിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നത്. തേക്കുതോട് സെന്റ് തോമസ് മാർത്തോമ യുവജന സെക്രട്ടറിയും ഇടവകളുടെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തപ്പെടുന്ന ഈ വെർച്വൽ ക്രിസ്മസ് കരോളിന് എല്ലാ ആശംസകളും നേരുകയും അതോടൊപ്പം ഇതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുമസ് സർവ്വ മാനവരാശിക്കുമുള്ള ഒരു മഹാസന്തോഷമാണ്. ഈ മഹാസന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുന്നത് ആ വലിയ സന്തോഷത്തിൻ്റെ കാരണഭൂതമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിലൂടെയാണ്. അവിടെയാണ് ആട്ടിടയന്മാരോട് പറയുന്നത്, നിങ്ങൾക്കുള്ള അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. ഈ ശിശുവിനെ കണ്ടെത്തുന്നവരുടെ ജീവിതത്തിലാണ് ഈ സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ആട്ടിടയന്മാർ കേൾക്കുന്ന ശബ്ദം നിങ്ങൾ ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ഭയപ്പെടേണ്ട, സർവ്വജനത്തിലുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഭയപ്പെടാതിരിക്കണമെങ്കിൽ, ഈ മഹാസന്തോഷം അനുഭവിക്കണമെങ്കിൽ നമുക്കടയാളമായി നമുക്കായി ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തത്തെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. ജ്ഞാനികൾ ആ വാഗ്ദത്തത്തെ കണ്ടെത്തുവാനുള്ള യാത്രയ്ക്ക് തയ്യാറായവരാണ്. അവരാണ് ക്രിസ്തുവിനെ കണ്ടെത്തുവാനുള്ള യാത്രയിൽ അവർ വിജയികളായി. അതവർക്ക് വലിയൊരു സന്തോഷം പകർന്നു. ആട്ടിടയർ ക്രിസ്തുവിനെ കണ്ടെത്തുവാനുള്ള യാത്രയിൽ വിജയികളായി. ലോകത്തിൻ്റെ ആ വലിയ രക്ഷയെ കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ വിജയികളായി, മഹാസമാധാനത്തിൻ്റെ ഉടമകളായി. ഇതെനിക്കും നിങ്ങളോട് പറയുവാനുള്ളത് ഇതാണ്. ഈ കോവിഡ് കാലഘട്ടത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. വലിയ സന്തോഷങ്ങളോ ആരവങ്ങളോ ഒന്നും ഇല്ല എന്ന് നമുക്ക് പോലും ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കാം. പഴയതുപോലെയല്ല, വ്യത്യസ്തതയിലാണ് ഈ വർഷത്തെ ക്രിസ്മസ്. എന്നാൽ യഥാർത്ഥമായുള്ള സന്തോഷവും യഥാർത്ഥമായുള്ള സമാധാനവും എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിലാണ്. അവൻ പിറന്നത് എനിക്ക് വേണ്ടിയാണ്, അവൻ പിറന്നത് നമുക്ക് വേണ്ടിയാണ്. മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി, മാനവരാശിയെ രക്ഷയുടെ സങ്കീർത്തനത്തിന് അറിയിക്കുവാനാണ് അവൻ നമുക്കായിട്ട് ഈ ലോകത്തിൽ വന്നത്. അതുകൊണ്ട് ആ രക്ഷയുടെ സങ്കീർത്തനത്തെ ഏറ്റുപാടുന്ന വിശ്വാസ സമൂഹമായി ഞാനും നിങ്ങളുമൊക്കെ മാറണം. അപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തി ജീവിതത്തിലുടനീളം ഭയപ്പെടാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ നിലനിൽക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകളാകുവാൻ നമുക്ക് സാധിക്കട്ടെ. ആ സന്തോഷവും സമാധാനവും ഈ ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിന് മുഖാന്തരമാകട്ടെ ഈ ക്രിസ്തുമസ് ആഘോഷവും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും നടന്നുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്തുമസ് നവോത്സവ ആശംസകൾ നടന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. The Gospel according to Lucas chapter 2 verses 1 to 14. And it came to pass in those days that there went out of the desert from the Castle Augustine that all the world should be taxed. And this taxing was made when the Cyrus was governor of Syria. And all went to be taxed, every man showed his own way. And Joseph also went up from Galilee out of the city of Nazareth into Judah unto the city of David, which is called the house of the
lineage of David. To be taxed with Mary, his espoused wife, being great with a child, and so it was that whole day were there, and the days were accomplished that she should be delivered. And she brought forth her firstborn son, and wrapped him in swaddling clothes, and laid him in a manger, because there was no room for them in the inn. And there were in the same country shepherds abiding in the field, and keep watch over there, and flocking by the night. And lo, the angel of the Lord came upon them, and the glory of the Lord shone around about them, and they were so afraid. And the angel said unto them, Fear not, for behold, I bring you good tidings of great joy, which shall be to all people. For unto you is born this day is this city of David a Savior, which is the Christ Lord. And this shall be sign unto you, and ye shall find the Bible wrapped in a swaddling clothes, lying in a manger. And suddenly there was with them an angel, a multitude of the heavenly host, praising God and saying, Glory to the God in the highest, and on the earth peace, goodwill towards men. കർത്താവിൽ വാത്സല്യമുള്ളവരെയും, ഇന്ന് നിങ്ങളോട് ഒരുമിച്ച് ഈ ക്രിസ്മസ് കരോൾ സർവീസിൽ ഒരു ചെറിയ സന്ദേശം പങ്കിടുവാൻ ഇടയായതിൽ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്മസിൻ്റെ സന്തോഷവും സമാധാനവും പുതിയ അവസരത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും നേരുന്നു. ഓരോ വർഷവും നാം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എന്താണ് ഈ ക്രിസ്മസ്? ക്രിസ്മസ് ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു ആഘോഷമാണ്. സൃഷ്ടാവായ ദൈവം മനുഷ്യനായി തീരുന്നതിലൂടെ ദൈവത്തെ നമ്മോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ദൈവം മനുഷ്യനായി അവതരിക്കുന്നു. സൃഷ്ടാവ് സൃഷ്ടിയായിത്തീരുന്ന വലിയൊരു ചരിത്ര സംഭവം, അതിലൂടെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ ക്രിസ്മസ് ആഘോഷം അർത്ഥവത്തായി തീരുന്നത് ഈ ദൈവത്തിൻ്റെ വലിയ സ്നേഹം നാം അനുഭവിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഈ സ്നേഹം അനുഭവിപ്പാൻ നമ്മൾ മുഖാന്തരമായി തീരുമ്പോഴാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഇതുമാത്രം ആളുകൾ ഏതെല്ലാം വിധത്തിൽ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും വേദനകളിലും സംഘർഷങ്ങളിലും ഒക്കെ കഴിയുന്നുണ്ട്. സർവ്വജനത്തിനും ഉണ്ടാകാറുള്ള ഒരു മഹാസന്തോഷമാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ. നമ്മുടെ അയൽപക്കക്കാരൻ ഈ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ കൂട്ടുകാരൻ ഈ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ? ഇതര ഇടങ്ങളിൽ ഇന്ന് വളരെയധികം സംഘർഷപൂരിതമാണ്. വളരെയധികം സംഘർഷങ്ങളും വളരെയധികം വേദനകളും ഒക്കെ, പ്രത്യേകിച്ച് കോവിഡ്-19 വ്യാപന കാലയളവിൽ ഇതുമാത്രം ആളുകൾ വളരെയധികം വേദനയിലാണ്, ആശങ്കയിലാണ്. എന്നാൽ അവർക്ക് കൂടി ഇത് സന്തോഷം അർത്ഥവത്താക്കി തീർക്കുവാൻ തക്കവണ്ണം നമ്മാലാവത് ചെയ്യുമ്പോഴാണ് ക്രിസ്മസ് സന്തോഷഭരിതമായി തീരുന്നത്, ആഘോഷം അർത്ഥവത്തായി തീരുന്നത്. അതുകൊണ്ട് ഒന്നാമതായി എനിക്ക് പറയുവാനുള്ളത്, ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു ആഘോഷം നാം കൊണ്ടാടുമ്പോൾ ഈ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് അനുഭവിപ്പാൻ നാം ദൈവത്തിൻ്റെ കരങ്ങൾ മുഖാന്തരമായി തീരുന്നു. രണ്ടാമതായി, എന്താണ് ഈ സദ്വർത്തമാന ക്രിസ്മസിൻ്റെ രണ്ട് വാക്കുകളുള്ള പ്രസക്തമാണ്. ഒന്ന്, നമുക്കൊരു രക്ഷകൻ പറന്നിരിക്കുന്നു. രണ്ട്, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. ഇത് രണ്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ എൻകറേജിംഗ് ആണ്, പ്രോത്സാഹജനകമാണ്. പ്രതിസന്ധികളിലും വേദനയിലും പ്രയാസകരങ്ങളായ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഹിയർ ഈസ് എ സേവിയർ, ഇവിടെ ഒരു രക്ഷകനുണ്ട് എന്ന സദ്വർത്തമാനം, അത് സ്വാംശീകരിക്കുവാൻ, അത് നമ്മുടെ അനുഭവമായി തീരുവാനായിട്ട് കഴിയണം. അവിടെയാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ഈ രക്ഷകനെ കൈക്കൊള്ളുമ്പോഴാണ് ഈ രക്ഷയുടെ അനുഭവക്കാരായി നമ്മളായി തീരുന്നത്. ഇതേ അനുഭവത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുക, അത് ക്രിസ്മസ് നമുക്ക് നൽകുന്ന വലിയൊരു വെല്ലുവിളിയാണ്. രണ്ടാമതായി, ഇമ്മാനുവേൽ എന്നവർ പേര് വിളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മോടുകൂടെ. എവിടെയാണ് ദൈവം നമ്മോടുകൂടെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്? സമൃദ്ധിയുടെ അനുഭവങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ദൈവത്തെ അന്വേഷിക്കാൻ താല്പര്യമുണ്ടായി എന്ന് വരത്തില്ല. എന്നാൽ ഈ കോവിഡ്-19 പോലെയുള്ള വളരെ അസാധാരണമായ ജീവിത സാഹചര്യങ്ങളിൽ
എൻ്റെ കൂടെ എൻ്റെ ദൈവം ഉണ്ടെന്നൊരു തിരിച്ചറിവ്. അവിടെയാണല്ലോ വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത്, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവം നമ്മോടുകൂടെ. എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു അദൃശ്യമായ ശക്തിയല്ല ദൈവം. നമ്മുടെ സാധാരണ ജീവിതാനുഭവങ്ങളൊക്കെ നമ്മോട് കൂടെയുള്ള ഒരു ദൈവം. അതുകൊണ്ടായി ക്രിസ്മസ് നമുക്ക് അർത്ഥവത്തായി തീരുന്നത് ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ്. പ്രതിസന്ധികളും വേദനകളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. അവിടെയൊക്കെ ദൈവം നമ്മോടുകൂടെ എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയണം. നമുക്ക് കഴിഞ്ഞാൽ മാത്രം പോരാ, ഇത് മറ്റുള്ളവർക്ക് അനുഭവമാക്കി എടുക്കുവാനായിട്ട് കഴിയണം. ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയാത്ത എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. അവർക്കൊക്കെ ഇതറിയുവാൻ നാം അവസരം ഒരുക്കി കൊടുക്കണം. മൂന്നാമതായി നമ്മുടെ ഈ ഭാഗം പരിശോധിക്കുമ്പോൾ, ദൈവം ചരിത്രത്തിൽ തൻ്റെ മനുഷ്യാവതാരത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിച്ചവരെല്ലാവരും അസാധാരണക്കാരായിരിക്കുക. ചരിത്രം ഉള്ളിടത്തോളം നാം ഓർക്കും യോസഫിനെ മറിയെയും, നാം ഓർക്കും ആട്ടിടയന്മാരെ, നാം ഓർക്കും മുൻകൂർ. എന്താ കാരണം? ദൈവത്തിൻ്റെ കരങ്ങളിലായി കഴിഞ്ഞപ്പോൾ സാധാരണമായതിനെ അസാധാരണമാക്കുന്ന ഒരു ഡിവൈൻ ടച്ച്, അതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. നമുക്ക് തോന്നിയേക്കാം നമ്മളൊക്കെ വളരെ സാധാരണക്കാരാണ്. പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവത്തിന് നമ്മളെ അസാധാരണക്കാരാക്കി തീർക്കുവാൻ കഴിയും. പ്രൊവൈഡഡ് വി ആർ ഇൻ ഹിസ് ഹാൻഡ്സ്, വി ആർ ഇൻ ഹിസ് സൈറ്റ്. ദൈവദൃഷ്ടിയിൽ നാം ആയിത്തീരുമ്പോൾ സാധാരണക്കാരെ അസാധാരണക്കാരാക്കുന്ന വലിയൊരു സംഭവം. അത് മാത്രമല്ല, ദൈവമനുഷ്യനായതിലൂടെ മനുഷ്യത്വത്തിൻ്റെ ഒരു പൂർണ്ണമായ അംഗീകാരം. ഇന്ന് മനുഷ്യത്വം വികലമാക്കപ്പെടുന്ന എത്രയോ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ കണ്ണു മുമ്പിലുണ്ട്. മനുഷ്യനാണോ എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഹീനമായി കഴിയേണ്ടി വരുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരിൽ ദൈവ സ്വഭാവം കാണുവാൻ, ദൈവത്തെ ദർശിക്കാൻ നമുക്ക് കഴിയണം. ദൈവമനുഷ്യനായി തീരുന്നതിലൂടെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത അത് നമുക്ക് വെളിവാക്കി തന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈനംദിന ജീവിതാനുഭവങ്ങളിൽ മറ്റുള്ളവരിലെ ദൈവസ്വഭാവം കണ്ടറിയുവാൻ, ദൈവത്തെ തിരിച്ചറിയുവാൻ നമുക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളിലൂടെ അത് നമുക്ക് അർത്ഥവത്തായി തീരുവാൻ, അത് സകല ജനത്തിൻ്റെയും ഒരു സന്തോഷമാക്കി തീർക്കുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. അതിനായി ദൈവം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരിക്കൽ കൂടെ ക്രിസ്മസിൻ്റെ എല്ലാ സന്തോഷവും സമാധാനം ദൈവം നമ്മെ മിന്നും താരമെന്നും കണ്ണീരിന്റെ മണ്ണിൽ മന്നാവല്ലും ഹാ ഉന്നതനെ വാഴ്ത്തിയിടാമുച്ചുതലത്തോടെ ഓ പിന്നെയാൽ ചങ്ങലകൾ പൊട്ടിയിറങ്ങട്ടെ. മിന്നാമിന്നി പോലെ മിന്നും താരമെന്നും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുമല്ലോ. മിന്നാമിന്നി പോലെ മിന്നും താരമെന്നും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുമല്ലോ. ആ ഉന്നതനെ വാഴ്ത്തിയിടാമുച്ചുതലത്തോടെ ഓഹോ പിന്നെയാൽ ചങ്ങലകൾ പൊട്ടിയുറങ്ങട്ടെ. മിന്നാമിന്നി പോലെ മിന്നും താരമെന്നും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ.
പാടിയ രാത്രി. മണ്ണിലലിയുന്നു ഇത്രമേലെത്താതിനെ ഞാൻ വാഴ്ത്തി പാടുന്നു. കരമുയരുന്നു സ്വരമുയരുന്നു അത്രമേലെത്താതിനെ ഞാൻ ഓർത്തു പാടുന്നു. കണ്ണീരു കാണുന്ന കരുണാമയൻ എന്നോട് ചേർക്കുന്ന തുണയാണവൻ എന്നാലും നീ എൻ പരിപാലകൻ. മഞ്ഞു പൊഴിയുന്നു മണ്ണിലലിയുന്നു ഇത്രമേലെത്താതിനെ ഞാൻ ഓർത്തു പാടുന്നു. കരമുയരുന്നു സ്വരമുയരുന്നു അത്രമേലെത്താതിനെ ഞാൻ ഓർത്തു പാടുന്നു. പുണ്യരാത്രായി വന്നു മണ്ണിൽ ആത്മദാന ജീവനേ എന്നിൽ
മഞ്ഞു പൊഴിയുന്നു മണ്ണിലരിയുന്നു ഇത്രമേലെന്നാഥനെ ഞാൻ വാഴ്ത്തി പാടുന്നു. കരമുയരുന്നു സ്വരമുയരുന്നു അത്രമേലെന്നാഥനെ ഞാൻ ഓർത്തു പാടുന്നു. ദേവദൂതൻ പാടിടുന്നു ദൈവനാമം മാറ്റിടും പായി. ആട്ടിടയ കൈകൾ കൂപ്പി നിന്നു കാഴ്ചയുമായി നല്ലവരും വന്നു. എമ്പഴിയും നീ എന്നുയരും നീ എൻ ബലവും നീ എൻ നിഴലും നീ. മഞ്ഞു പൊഴിയുന്നു മണ്ണിലരിയുന്നു ഇത്രമേലെന്നാഥനെ ഞാൻ വാഴ്ത്തി പാടുന്നു. കരമുയരുന്നു സ്വരമുയരുന്നു അത്രമേലെന്നാഥനെ ഞാൻ ഓർത്തു പാടുന്നു. മഞ്ഞു പൊഴിയുന്നു മണ്ണിലരിയുന്നു ഇത്രമേലെന്നാഥനെ ഞാൻ വാഴ്ത്തി പാടുന്നു. കരമുയരുന്നു സ്വരമുയരുന്നു അത്രമേലെന്നാഥനെ ഞാൻ ഓർത്തു പാടുന്നു. കണ്ണീരു കാണുന്ന കരുണാമയൻ നെഞ്ചോട് ചേർക്കുന്ന തുണയാമൻ എന്നാളും നീ എന്റെ പരിപാലകൻ. മഞ്ഞു പൊഴിയുന്നു മണ്ണിലരിയുന്നു ഇത്രമേലെന്നാഥനെ ഞാൻ വാഴ്ത്തി പാടുന്നു. കരമുയരുന്നു സ്വരമുയരുന്നു അത്രമേലെന്നാഥനെ ഞാൻ ഓർത്തു പാടുന്നു.
ഞങ്ങളുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടി നിന്റെ ജന്മത്തിരുന്നാളെ ആഘോഷിക്കാനും ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി തന്നെ ഈ സമയത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷത്തിന് ശേഷം കർത്താവെ അനേകർ ലോകത്തിൽ നിന്ന് മരണമഴിയായിട്ട് കടന്നുപോയി. മറ്റു പലർ കർത്താവെ ആപത്തനത്തിൽപ്പെട്ട ആശുപത്രിയിലും ഭവനങ്ങളിലുമായിട്ടൊക്കെ കഴിയുന്ന ഈ സമയത്ത് നിന്റെ കുഞ്ഞുങ്ങളാണ് ഞങ്ങളെ നീ കാത്തുപരിപാലിച്ചു. നിന്റെ വിലയേറിയ സ്നേഹത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സംഭവകൂലമായൊരു വർഷം ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്നു. കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളൊന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവെ നീ ഞങ്ങൾക്ക് വല്ലവനായിരുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെ കൂടെ ഇന്ന് സഹായിച്ച ദൈവമാകിയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. രാമനാമത്തിനെല്ലാം വിടുവിച്ച് കർത്താവെ ഈ പകർച്ചയാതിൽ നിന്ന് കാര്യങ്ങളെ കാത്തുപരിപാലിച്ചതിൻ്റെ വിലയേറിയ കരുണയ്ക്കായിട്ട് സ്നേഹത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഈ വർഷം കർത്താവെ അങ്കാടിയങ്ങൾ ഓരോരുത്തരും നിങ്ങൾ നിന്ന് പ്രാപിച്ചിരിക്കുന്ന എല്ലാ കൃപകൾക്കും നന്മകൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങളുടെ ആയുസ്സിൽ ഒരു വർഷം കൂടി നീട്ടി തന്ന കൃപയ്ക്കാട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ നിന്നുള്ളവരായിട്ട് ജീവിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും തൃക്കലിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ എൻ്റെ ദൈവമേ അവരെ നീ തിരുസന്നിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ രക്തത്താൽ അവരെ മുദ്രയിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കൊള്ളാവുന്ന മക്കളായിട്ട് ജീവിപ്പാൻ ദൈവമേ അവരെ സഹായിക്കണമേ. അവിടെ ഭാവി കാര്യങ്ങളെല്ലാം തൃക്കലിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ അവിടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ പഠിക്കുവാനുള്ള ബുദ്ധിയും ശക്തിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ ഞങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ കർത്താവെ അച്ഛനെ ഇടയാക്കി കൃപയ്ക്കാട് സ്തുതിക്കുന്നു. കുടുംബമായിട്ട് നീ അനുഗ്രഹിക്കണമേ കർത്താവെ. കൊച്ചമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങൾ കൂടെ സഹായിക്കണമേ കർത്താവെ. ആപത്തന്നൊക്കെ വിടുവിച്ച് വഴി നടന്ന കൃപയ്ക്കാട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ഇടവയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇടവിൽപ്പെട്ട എല്ലാ ഭവനങ്ങളെയും തിരക്കിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സന്തോഷമായ ഒരു ക്രിസ്മസ് ആഘോഷിപ്പാൻ എൻ്റെ കർത്താവെ ഞങ്ങളെ നീ സഹായിച്ച് കൃപയ്ക്കാട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം നിന്റെ ജനന പെരുന്നാളിനെ ആഘോഷിച്ച് നടക്കുന്ന പള്ളിയിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും നിന്റെ സാന്നിധ്യം കർത്താവെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ നിന്റെ പരിശുദ്ധാത്മ ശക്തിയാൽ അനുഗ്രഹിക്കണമേ, നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ പിരിഞ്ഞു പോകുന്നതിൻ്റെ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ. സ്വർലോകം വെടിഞ്ഞ് മനുഷ്യനായി വന്ന ഞങ്ങളുടെ ഇടയിൽ പാർത്ത് സകല മാനവരാശിക്കും അനുഗ്രഹവും സന്തോഷവും സമാധാനം നൽകിയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സാന്നിധ്യവും നാം ഓരോരുത്തരോടും ഈ ലോകത്തോടും പ്രത്യേകമായിട്ട് ക്രിസ്മസ് കാലത്തുള്ള ശുശ്രൂഷകളോടും നമ്മുടെ ഇടവകയോടും ദേശത്തോടും പുതിയ വർഷത്തോടും കൂടി എപ്പോഴും എന്നേക്കും വഴിയെടുക്കുമാറാകട്ടെ. Feliz Navidad.